بسم الله الرحمن الرحيم ونزلنا من السماء ماء مباركا فأنبتنا به جنات وحب الحصيد. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, സകല പ്രപഞ്ചങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനും സർവശക്തനുമായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും സമയങ്ങളിലും ജീവിതത്തിൽ പാലിച്ചു പുലർത്തി തഖ്വയുള്ളവരായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് സ്വന്തമെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രകൃതിയിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് മഴ എന്ന് പറയുന്നത്. നമ്മളിപ്പോ മഴക്കാലത്താണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മഴ എന്നത്, വെള്ളമെന്നത് മനുഷ്യനടക്കമുള്ള ജന്തു ജീവജാലങ്ങളുടെ ജീവന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്, അത്യാവശ്യമാണ്. മഴ കാരുണ്യമായി പെയ്യുമ്പോൾ അത് ഭൂമിക്ക് ജീവൻ നൽകുന്നു. വിശുദ്ധ ഖുർആനിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിലുമൊക്കെ നമുക്ക് മഴയെ അനുഗ്രഹമായിട്ട് അടയാളപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ പറയുന്നത് വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറക, വനസ്സൽന, നാം നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു, മിനസ്സമാ, ആകാശത്ത് നിന്ന്, മാഅൻ മുബാറകൻ, അനുഗ്രഹീതമായ വെള്ളത്തെ. മഴവെള്ളത്തെയാണ് അല്ലാഹു അനുഗ്രഹീതമായ വെള്ളം, ബർക്കത്തുള്ള വെള്ളം എന്ന് പറഞ്ഞു, വേറൊരു വെള്ളത്തിനുമല്ല. അനുഗ്രഹീതമായ വെള്ളത്തെ നാം നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. ഫഅംബത്നാ ബിഹി, അതുകൊണ്ട് അതുമൂലം നാം ഉൽപാദിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു, ജന്നാത്തിൻ, തോട്ടങ്ങളെ, വഹബ്ബൽ ഹസീദ്, അതോടൊപ്പം തന്നെ ധാന്യങ്ങളെ നാം മുളപ്പിക്കുകയും അതോടൊപ്പം കൊയ്തെടുക്കുന്ന തോട്ടങ്ങളെയും നാം നിങ്ങൾക്ക് ഉൽപാദിപ്പിച്ചു തരികയും ചെയ്തിരിക്കുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു. അപ്പൊ മനുഷ്യന്റെ നിലനിൽപ്പിനും ജന്തുജാലങ്ങളുടെ നിലനിൽപ്പിനും ജീവിതത്തിനും ഒക്കെ തന്നെ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ആവശ്യമായിട്ടുള്ള, അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ് വെള്ളം എന്ന് പറയുന്നത്. ഈ നിർജീവമായി കിടന്നിരുന്ന ഭൂമിയെ, ഉണങ്ങി വറ്റി വരണ്ട് കിടന്നിരുന്ന പ്രദേശങ്ങളെ, ഭൂമിയെ അല്ലാഹു ഒരൊറ്റ മഴയിലൂടെ ജീവൻ നൽകി. നമ്മളെ കുട്ടികളൊക്കെ കളിക്കുന്ന ഗ്രൗണ്ടുകള് വേനൽക്കാലത്ത് പൊടിപാറി ഒരു സസ്യം പോലും, ഒരു പുല്ലുപോലും മുളക്കാതെ നിന്നിരുന്നതായിരുന്നു. ഒന്നോ രണ്ടോ മഴ വർഷിച്ചപ്പോഴേക്ക് അവയിൽ നിന്നെല്ലാം തന്നെ അതൊരു പുൽത്തകിടിയായി മാറിയിട്ടുണ്ട്. അതാണ് മഴവെള്ളത്തെ നമ്മൾ നനച്ചാൽ ചിലപ്പോൾ അത്ര കിട്ടൂല. ആകാശത്ത് നിന്ന് അല്ലാഹു അനുഗ്രഹീതമായിട്ടുള്ള വെള്ളം ഇറക്കിയാലേ അങ്ങനെ സംഭവിക്കുന്നു. വല്ലാഹു അൻസല മിനസ് സമാഇ മാഅൻ, അല്ലാഹു ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് വെള്ളം ഇറക്കി തന്നു. ഫഅഹ്യാ ബിൽ അർള ബഅദ മൗതിഹാ, നിർജീവമായി കിടന്നിരുന്ന ഭൂമിയെ അത് മുഖേന അല്ലാഹു ജീവിപ്പിക്കുകയും ചെയ്തു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യസ്മഊൻ, കേൾക്കുന്ന ആളുകൾക്ക്, മനുഷ്യർക്ക് ഇതിലെല്ലാം പിന്നെ കേട്ട് മനസ്സിലാക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് 16-ാം അധ്യായം സൂറത്ത് നഹ്ലിലൂടെ അല്ലാഹ് നമ്മളെ ഓർമ്മപ്പെടുത്തുക. അപ്പൊ ആകാശത്ത് നിന്ന് അല്ലാഹു വെള്ളം ഇറക്കുന്നു. ആ വെള്ളം എന്ന് പറയുന്നത് അനുഗ്രഹീതമാണ്, ശുദ്ധമാണ്. മനുഷ്യർക്കും മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും എല്ലാം തന്നെ അത് കുടിനീരാണ്, അവിടെ ഉപയോഗത്തിനുള്ളതാണ്. വഹുവല്ലദീ അർസല റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതി, അവന്റെ കാരുണ്യത്തിന് മുമ്പിൽ, അല്ലാഹുവിന്റെ കാരുണ്യത്തോടെയുള്ള ആ കാറ്റടിച്ചിട്ട് അതിലൂടെ നിങ്ങൾക്ക് അവൻ മഴ വർഷിപ്പിച്ചു തരുന്നു. അതൊരു സന്തോഷമായിട്ടാണ്. മഴ പെയ്യുന്നതിന് മുമ്പ് കാറ്റടിക്കാറുണ്ട്.
ആ കാറ്റിങ്ങനെ വരുമ്പം തന്നെ നല്ല ചൂടുള്ള സമയത്ത് അങ്ങനെ ഒരു കാറ്റ് വരുമ്പോ നമ്മൾക്ക് തോന്നുന്നു ആ മഴ പെയ്യാൻ പോന്നു. സന്തോഷ വാർത്തയായിട്ടാണ്, സന്തോഷ സൂചകമായിട്ടാണ് അള്ളാഹു ആ കാറ്റുകളെ അയക്കുന്നത്. അതോടൊപ്പം തന്നെ ആകാശത്ത് നിന്ന് നാം തൊഹൂറായിട്ടുള്ള വെള്ളത്തെ ഇറക്കുകയും ചെയ്തു. ശുദ്ധമായ വെള്ളത്തെ നാം ഇറക്കുകയും ചെയ്തിരിക്കുന്നു. തൊഹൂർ എന്ന് പറഞ്ഞാൽ ശുദ്ധമായതും ശുദ്ധീകരിക്കാൻ പറ്റുന്നതുമായ വെള്ളത്തിനാണ് തൊഹൂർ എന്ന് പറയാം. കർമ്മശാസ്ത്രത്തിൽ നമ്മൾ സാധാരണ പഠിക്കുന്നത് തോഹിറുണ്ട്, തൊഹൂറുണ്ട്. തോഹിർ എന്ന് പറഞ്ഞാൽ ശുദ്ധമായതാണ്, അതുകൊണ്ട് ശുദ്ധീകരിക്കാൻ പറ്റൂല. എന്നാൽ തൊഹൂർ എന്ന് പറഞ്ഞാൽ ശുദ്ധമായതാണ്, ശുദ്ധീകരിക്കാൻ പറ്റുന്നതുമാണ്. വിശുദ്ധ ഖുർആൻ 25-ാം അധ്യായത്തിന്റെ 48-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറഞ്ഞുതരാ. അപ്പം അത് ഏറ്റവും നന്നായിട്ടാണ് കാർഷിക വിളകൾക്കും പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും അവയൊക്കെ മുളക്കാനും മനുഷ്യന് ഉപയോഗത്തിനും ജന്തു ജീവജാലങ്ങൾക്ക് കുടിക്കാനും കുടിനീരും എല്ലാം ആയിക്കൊണ്ട് അള്ളാഹു ഈ വെള്ളത്തെ നമ്മൾക്ക് സംവിധാനിച്ചു തന്നിരിക്കുന്നു. അനുഗ്രഹമാണത്. മഴ പെയ്യുക എന്ന് പറയുന്നത് അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന്റെ സന്ദർഭത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മഴയെ നമ്മൾ ആക്ഷേപിക്കുകയോ 2 ദിവസം മഴ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾക്ക് 2 മഴ കിട്ടിയെങ്കിലെന്ന് ആഗ്രഹിച്ചിരുന്നവർ മഴ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ, ഭയങ്കര പ്രയാസപ്പെടുന്ന ആ രീതിയിലാണ് മനുഷ്യന്മാരെ സംസാരങ്ങൾ. അതല്ല വേണ്ടത്. മറിച്ച് ആ സന്ദർഭത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. നോക്കൂ നിങ്ങള്, സഅദ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും, രണ്ട് ദുആകൾ അല്ലാഹു തട്ടിക്കളയുകയില്ല, അത് തിരസ്കരിക്കപ്പെടുകയില്ല. എന്താണ് അതറിയോ? അദ്ദുആഉ ഇൻദൻ നിദാ. നല്ല ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. എപ്പോഴാണ്? ബാങ്കിന്റെ സമയത്തുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുത്ത് ആ ബാങ്കിന് അതേപോലെ ഉത്തരം നൽകി അത് കഴിഞ്ഞ് റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി എന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു അല്ലാഹുമ്മ റബ്ബ ഹാദിഹി, എന്നിട്ട് നമ്മൾക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കാം. അതിനൊന്നും സമയമല്ല, അതാ പ്രശ്നം. ഈ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. പിന്നെ പറഞ്ഞെന്തറിയോ? മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന. മഴ പെയ്യുമ്പോൾ മഴയെ ആക്ഷേപിക്കേ, മഴയെ കുറ്റം പറയേ, അല്ലെങ്കിൽ അതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണ്ട. ആ സമയത്ത് നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, നല്ല മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഉത്തരം കിട്ടുന്ന സമയം എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ജീവിതത്തിന് അനുയോജ്യമായ രീതിയിൽ അല്ലാഹു അതൊക്കെ സംവിധാനിച്ചു. എല്ലാ ജീവജാലങ്ങളുടെയും സൃഷ്ടിപ്പ് വെള്ളത്തിൽ നിന്നാണ് എന്ന് വിശുദ്ധ ഖുർആൻ. എല്ലാ ജീവജാലങ്ങളുടെയും സൃഷ്ടിപ്പ് വെള്ളത്തിൽ നിന്നാണ്. വിശുദ്ധ ഖുർആൻ നിങ്ങള് സൂറത്ത് അംബിയായിലൂടെ പഠിപ്പിക്കുന്നത് അവലം യറല്ലദീന കഫറു അന്നസ്സമാവാതി വൽ അർള് കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ. അവലം യറല്ലദീന കഫറു, സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ കാണുന്നില്ലേ, നോക്കുന്നില്ലേ? അന്നസ്സമാവാതി വൽ അർള്, ആകാശങ്ങളും ഭൂമിയും ഒക്കെ തന്നെ അവ രണ്ടും ഒട്ടിച്ചേർന്ന് കിടക്കുന്നതായിരുന്നു. നാം അതിനെ രണ്ടെണ്ണമാക്കി പിളർത്തുകയാണ് ചെയ്തത്. നമ്മള് ആധുനിക കാലത്ത് അതിന് ബിഗ് ബാങ് തിയറി എന്നൊക്കെ പഠിച്ചു. അത് തന്നെയാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. ആ പൊട്ടിത്തെറി സിദ്ധാന്തം അതാണ് ഈ പറയുന്നത്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു നോക്ക്, വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യിൻ അഫലാ യുഅ്മിനൂൻ. എല്ലാ ജീവവസ്തുക്കളെയും നാം ആ വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു, എന്നിട്ടും എന്തേ അവർ വിശ്വസിക്കുന്നില്ല? ചൊവ്വയിൽ പോയി മനുഷ്യന്മാര്, ചന്ദ്രനിൽ പോയി, അവിടെ പോയി വരാൻ വേണ്ടിയിട്ട് പോയതല്ലല്ലോ. പിന്നെ അവിടെ ജീവന്റെ അംശമുണ്ടോ എന്ന് അന്വേഷിക്കാനാ. അവർ ജീവന്റെ അംശമുണ്ടോ എന്ന് അന്വേഷിച്ചത് എങ്ങനെയാ? അവിടെ വെള്ളത്തിന്റെ സാന്നിധ്യം ഉണ്ടോ എന്നാ. വെള്ളമുണ്ടെങ്കിൽ അവിടെ ജീവന്റെ സാന്നിധ്യം ഉണ്ടാകും.
അള്ളാഹ് പറഞ്ഞു നോക്ക് നിങ്ങളെ, നമ്മളെല്ലാ വസ്തുക്കളെ എല്ലാ ജീവ ജന്തുക്കളെയും നാം വെള്ളത്തിൽ നിന്നാകുന്നു സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിട്ടും എന്തേ നിങ്ങൾ അവിശ്വാസികളെ നിങ്ങൾ എന്തേ വിശ്വസിക്കാത്തത് എന്ന് മനുഷ്യരോട് ചോദിക്കുകയാണ്. അപ്പൊ ആ രീതിയിലാണ് അള്ളാഹു നമുക്ക് ഇതൊക്കെ സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ വെള്ളത്തെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുക. അത് മഴ കേവലം ഒരു പ്രകൃതി പ്രതിഭാസമൊന്നുമല്ല, അത് അള്ളാന്റെ അനുഗ്രഹമായിട്ട് ആ അള്ളാന്റെ കൽപ്പന അനുസരിച്ച് മാത്രം ചലിക്കുന്ന ഒന്നാണ്. നമ്മളെ എതുമ്പോ മഴ പെയ്യൂല, നമ്മള് കരുതുന്ന സമയത്ത് മഴ നിൽക്കൂല. അത് അള്ളാഹുവിന്റെ സന്നിധാനത്തിൽ, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ചിലപ്പം കാരുണ്യമായിക്കൊണ്ട് നന്നായിട്ട് വർഷിക്കും. ആ കാരുണ്യമാകുന്ന മഴ തന്നെ ചിലപ്പോ അത് ശിക്ഷയായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ തന്നെ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന രീതിയിലോ ആകാം. അങ്ങനെയാണല്ലോ നമുക്ക് ചരിത്രങ്ങൾ പഠിപ്പിച്ചെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ അത് കാരുണ്യമായി അനുഗ്രഹമായി പെയ്യുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് നമ്മളെ തേടണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ ശിക്ഷയായി വരാതിരിക്കാനും നമ്മൾ അതിൽ നിന്ന് രക്ഷ തേടുകയും ചെയ്യേണ്ടതുണ്ട്. ചരിത്രങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന അതാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം 980 കൊല്ലക്കാലം അള്ളാഹുവിന്റെ ദീൻ ദഅവത്ത് ചെയ്ത് ആ സമൂഹത്തില് ഇറങ്ങി നടന്ന മനുഷ്യനാണ് നൂഹ് അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ കൂടെ എന്നിട്ട് അദ്ദേഹത്തിന്റെ കൂടെ വളരെ കുറഞ്ഞ ആളുകളെ കിട്ടിയുള്ളൂ. എന്നിട്ടോ മാത്രമല്ല, അവർ അദ്ദേഹത്തെ പരിഹസിക്കുകയും കളിയാക്കുകയും അവരെ പ്രബോധനം സ്വീകരിക്കാതെ ഇവർ ഞങ്ങളെപ്പോലെ അങ്ങാടിയിലൂടെ നടക്കുന്ന മനുഷ്യൻ, യംശൂന ഫിൽ അസ്വാഖ്, ഞങ്ങളെപ്പോലെ അങ്ങാടിയിൽ കൂടെ നടക്കുന്ന ഒരു മനുഷ്യൻ, ഞങ്ങളെപ്പോലെ ഭക്ഷണം കഴിക്കുന്നവൻ, ഇവൻ എങ്ങനെ ഞങ്ങള് അംഗീകരിക്കുക എന്ന് പറഞ്ഞ അവരെ അദ്ദേഹത്തെ തള്ളിക്കളയുകയാണ് ചെയ്തത്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം കഴിഞ്ഞാൽ നൂഹിന്റെ ചരിത്രമാണ് പിന്നെ കൂടുതൽ പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ നൂഹ് അലൈഹി സ്വലാം അവസാന ഘട്ടത്തിൽ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പടച്ചോനെ ഇവരെന്തായാലും നന്നാകുന്ന ലക്ഷണമില്ല, അതുകൊണ്ട് ഒരു മാർഗം നൽകണം. അദ്ദേഹത്തോട് അള്ളാഹ് പറഞ്ഞെന്താ, നീ പ്രയാസപ്പെടേണ്ടതില്ല, നിന്നെ നാം സംരക്ഷിക്കും, വിശ്വാസികളെയും സംരക്ഷിക്കും. കപ്പലുണ്ടാക്കാൻ പറഞ്ഞു, ചരിത്രം നമ്മൾക്കറിയാം. കപ്പലുണ്ടാക്കാൻ പറഞ്ഞു, അങ്ങനെ തൂഫാനുണ്ടായി, പ്രളയമുണ്ടായി. എന്താ വിശുദ്ധ ഖുർആൻ പറഞ്ഞേ, വഫതഹ്നാ അബ്വാബസ് സമാഇ ബിമാഇൻ മുൻഹമിർ. വഫതഹ്നാ അബ്വാബസ് സമാ, ആകാശത്തിന്റെ വാതിലുകൾ നാം, കവാടങ്ങൾ നാം തുറന്നു. എങ്ങനെ തുറന്നു? ബിമാഇൻ മുൻഹമിർ, കുത്തിച്ചൊരിയുന്ന വെള്ളവും കൊണ്ട്. കുത്തിച്ചൊരിയുന്ന വെള്ളവും കൊണ്ട് നാം ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു. സൂറത്തുൽ ഖമറിൽ അല്ലാഹ് പറയാ, വഫജ്ജർനൽ അർള ഉയൂനൻ ഫൽതഖൽ മാ അലാ അംറിൻ ഖദ് ഖുദിർ. ഫൽതഖൽ മാ വഫജ്ജർനൽ അർള്, ഭൂമി അതിൽ നിന്ന് ഉറവകൾ പൊട്ടിയൊഴുകി. മാത്രമല്ല, അങ്ങനെ നിർണയിക്കപ്പെട്ട ആ സമയത്ത് ആ കാര്യത്തിനായി വെള്ളം കൂടിച്ചേർന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഅ്മിനൂനിൽ അല്ലാഹു പറയുന്നത്, 23-ാം അധ്യായത്തിൽ അല്ലാഹു പറയുന്നത്, അത് തെന്നൂർ എന്ന് പറഞ്ഞാൽ അടുപ്പ് എന്നാണ് അർത്ഥം. ആ അടുപ്പിൽ നിന്ന് പോലും ഉറവ പൊട്ടി. വഫാറത്തന്നൂർ എന്ന് പറഞ്ഞാൽ അത്രയും ശക്തമായ ദിവസങ്ങളോളം മഴ പെയ്തു, ഭൂമി തണുത്തു, ഭൂമിയിൽ നിന്ന് ഉറവകള് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഉറവ പൊട്ടി, വെള്ളമൊഴുകി. വഹമൽനാ അലാ ദാത്തി അൽവാഹിം വദുസുർ, പലകകളും ആണികളുമുള്ള ഒരു കപ്പലിൽ അദ്ദേഹത്തെ നാം വഹിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരെയും നാം എന്ത് ചെയ്തു? ആ കപ്പലിൽ വഹിച്ചു. തജ്രി ബിഅഅ്യുന ജസാഅൻ ലിമൻ കാന കുഫർ. തജ്രി ബിഅഅ്യുനിന, നമ്മുടെ മേൽനോട്ടത്തിൽ നാം അതിനെ സഞ്ചരിപ്പിക്കുന്നു. പിന്നെയോ നിഷേധിച്ച് തള്ളുന്ന ആളുകൾക്കുള്ള പ്രതിഫലമായിരുന്നു അത്. അവരെ അല്ലാത്തവരൊക്കെ തന്നെ ഈ വെള്ളത്തിൽ മുങ്ങി നശിക്കുകയാണ്. വെള്ളം കൊണ്ട് നാശമടഞ്ഞിരിക്കുന്ന ഒരു സമൂഹമാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. വലഖദ് തറക്നാഹ ആയതൻ ഫഹൽ മിൻ മുദ്ദക്കിർ. അത് തീർച്ചയായും ആ കാര്യത്തെ, അതിനെ നാം എന്താക്കിയിരിക്കുന്നു, ആ പ്രളയത്തെ നാം ഒരു ദൃഷ്ടാന്തമായി അവശേഷിപ്പിച്ചിരിക്കുന്നു. ആർക്ക് വേണ്ടി? ഫഹൽ മിൻ മുദ്ദക്കിർ,
ചിന്തിച്ചു മനസ്സിലാക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ശിക്ഷയായിക്കൊണ്ടും മഴ വരാം, അതില്ലാതിരിക്കാനാണ് നമ്മള് പ്രാർത്ഥിക്കേണ്ടത്. മഴയോടൊപ്പം ഉണ്ടാകുന്ന മറ്റൊന്നെന്താ? ഇടിയും മിന്നലും കാറ്റും ഒക്കെയാണ്. കാറ്റുകൊണ്ട് നശിപ്പിക്കപ്പെട്ട സമൂഹമുണ്ട്. ശക്തമായ കാറ്റടിച്ചു. ആദ്യ സമൂഹത്തെ കുറിച്ച് നമുക്കറിയാം. ആരോഗ്യമുള്ള ആളുകളാണ്, ശക്തരാണ്, അവരെ അത്യാവശ്യം നല്ല കായിക ബലമുള്ള ആളുകളാണ്. പക്ഷേ അവർക്ക് മഴ പെയ്താൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വരുമോ എന്നുള്ള ആശങ്ക അവർക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ അത്ര ശക്തരാണെന്ന്. പക്ഷെ അള്ളാഹ് അവരെ കാറ്റുകൊണ്ടാണ് അവരെന്ത് ചെയ്ത് നശിപ്പിച്ചത്. അവർക്ക് നാം, അവരുടെ മേൽ, ആദ്യ സമൂഹത്തിനു മേൽ നാം ആഞ്ഞു വീശുന്ന അത്യുഗ്രമായ കാറ്റുകൊണ്ട് നാം അവരെ നശിപ്പിക്കപ്പെട്ടു. അവരെ 7 രാത്രിയും 8 പകലും തുടർച്ചയായി കാറ്റടിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടി. നമ്മൾക്ക് ഇവിടെ ഇത്ര സെന്റിമീറ്റർ അല്ലെങ്കിൽ മഴ പെയ്താൽ അത് പ്രശ്നമാണ്. ഇത്ര കിലോമീറ്റർ സ്പീഡിൽ കാറ്റടിച്ചാൽ പ്രശ്നമാണ്. ഇത് 7 രാത്രിയും 8 പകലും എന്ത് ചെയ്യാ? മഴ പെയ്യാതെ കാറ്റടിച്ചു കൊണ്ടിരിക്കുന്നു. മാത്രമല്ല അവരെ പറ്റി അല്ലാഹു പറഞ്ഞിരിക്കുന്നത് സഖറഹ അലൈഹിം സബ്അ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഫതറൽ ഖൗമ ഫീഹാ സുർആ കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ. ഈത്തപ്പന തടികൾ വെട്ടിയിട്ടതുപോലെ അവര് വീണുപോയി എന്ന് പറഞ്ഞാൽ അവരങ്ങനെ ചത്തുപോയി. എന്തേ കാരണം? പ്രവാചകന്മാർ വന്നു. ആ പ്രവാചകന്മാരുടെ ഉപദേശങ്ങൾ അവർ സ്വീകരിച്ചില്ല. പ്രവാചകന്മാരെ പരിഹാസ്യമാക്കി, ദീനിനെ പരിഹാസ്യമാക്കി. അതുകൊണ്ട് തന്നെ അവരെ നശിപ്പിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്ന മാർഗം കാറ്റടിക്കുക ചെയ്തത്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത്, ഗവൺമെന്റിന്റെയും ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെയും ഒക്കെ തന്നെ നിർദ്ദേശങ്ങൾ ഉണ്ടാകും. മഴ പെയ്യാൻ ഇത്ര സ്പീഡിൽ കാറ്റടിക്കാനൊക്കെ സാധ്യത ഉണ്ട്. അത് നമ്മൾ ഉൾക്കൊള്ളണം. കാരണം ഇത് ദുരന്തമാകുമോ എന്ന് നമ്മളും ഭയപ്പെടണം. അതെ, അതൊക്കെ അവരങ്ങനെയൊക്കെ പറയും, കളക്ടർ അങ്ങനെയൊക്കെ പറയും. നമ്മൾ പോണില്ല പോവുക എന്ന് പറഞ്ഞു പോകേണ്ടതല്ല, സൂക്ഷിക്കേണ്ടതാണ്. അത് മനുഷ്യന് മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പൊ ആലോചിക്കേണ്ടത് നമ്മൾ ഇതൊക്കെ, ഇങ്ങനെയൊക്കെ നശിപ്പിക്കപ്പെട്ട സമൂഹമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ കാറ്റും മഴയൊക്കെ അനുഗ്രഹമാകുന്നതോടൊപ്പം തന്നെ അതേ ശിക്ഷയായിട്ടും നാശമായിട്ടും ഒക്കെ ഭവിക്കാം. അതിൽ നിന്ന് രക്ഷ തേടുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ ഫലം ആലോചിക്കണ്ടി. അതാണ് പിന്നീട് നമ്മൾക്ക് ഇതുകൊണ്ടൊക്കെ തന്നെ വരാൻ പോകുന്ന മറ്റൊന്ന്. അല്ലേ? നമ്മുടെ നാട്ടില് മഴ ദുരന്തങ്ങളൊക്കെ നിരന്തരം എന്ത് ചെയ്യാണ്? ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. മഴ ദുരന്തങ്ങള്, മഴക്കെടുതികളൊക്കെ തന്നെ. അവധി കിട്ടും കുട്ടികൾക്ക്. അവധി കിട്ടുന്നത് മഴ അവധി ആഘോഷിക്കാനുള്ളതല്ല. നമ്മൾ ആഘോഷിക്കുന്നു. കുട്ടികൾ വീട്ടിൽ നിന്ന് പോകുന്നു. മഴക്കെട്ട്, വെള്ളക്കെട്ടുകളിലോ കുഴികളിലോ വീണ് അവർ മരണമടയുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നാട്ടിൽ ചാലിയാറിൽ കഴിഞ്ഞ ദിവസം ഒഴുകി വരുന്ന മരം പിടിക്കാൻ വേണ്ടി 3 ആൾക്കാർ ഇറങ്ങിയതാണ്. 2 ആൾക്കാരെന്ത് ചെയ്ത് രക്ഷപ്പെട്ടു. ഒരുത്തൻ എന്താണ് മയ്യത്ത് കിട്ടിയത്? 3 ദിവസമായി. ചാലിയാർ നിറഞ്ഞു കവിഞ്ഞൊഴുക്കുന്നുണ്ട്. കാരണം വയനാടില് അത്രയും വെള്ളം വന്നു, അവിടെ പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ ഞങ്ങൾ ചാലിയാറിലൂടെ കര കവിഞ്ഞൊഴുകുകയാണ്. ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. എത്രയോ നിർദ്ദേശങ്ങൾ വരുന്നു. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് അവനവന്റെ സേഫ്റ്റി കൂടെ, മക്കളുടെ സേഫ്റ്റി, കുടുംബത്തിന്റെ സേഫ്റ്റി, അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മഴ ദുരന്തങ്ങളില്ലാതെ ആവാൻ നമ്മൾ ഉണ്ടാക്കി വെക്കരുത്. മനുഷ്യന് നമ്മുടെ നാട്ടിലൊക്കെ വികസനം എന്ന് പറയുന്നത് വലിയ വലിയ ബിൽഡിംഗ് സമുച്ചയങ്ങൾ, കെട്ടിട സമുച്ചയങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതൊരു ധാരണയായി മാറിയിട്ടുണ്ട്. അതല്ല യഥാർത്ഥത്തിൽ വികസനം. അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളോ, ഈ വെള്ളം കെട്ടി നിൽക്കുക, വലിയ സ്ഥലങ്ങളിൽ നമ്മൾ മണ്ണിട്ട് നികത്തിയിട്ട് അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്, അവിടെ വെള്ളം കെട്ടി നിന്നിരുന്ന അല്ലെ വെള്ളം ഒഴുകിപ്പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ അവിടെ പെയ്യുന്ന മഴ ആ വെള്ളം ഇങ്ങോട്ട് പോകും, കൊടുക്കും പോലെ റോട്ടിലേക്കാവും. ആ റോഡിൽ വെള്ളമാകും, അത് പോകാൻ സ്ഥലമില്ലാതെയാവും. നമ്മളെ ഈ രീതിയിലുള്ള കുറെ സംഗതികൾ മനുഷ്യൻ വരുത്തി വെക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വേണ്ട രീതിയിലുള്ള ശാസ്ത്രീയമായ രീതിയിൽ വെള്ളം ഒഴുകി പോകാനും, അത് വീടുകളിലാകട്ടെ. ഇന്ന് വീടുകളിൽ നമ്മൾക്ക് ഉള്ളതാ, വീട്ടിലെ വെള്ളം പോലും നമ്മളെ വീട്ടിന്റെ മുറ്റത്തൊന്നും വീണിട്ട് അത് അവിടെ താഴ്ന്നു പോകുന്നില്ല. അതും പുറത്തേക്കാ പോകുന്നത്. കാരണം വീട് കോൺക്രീറ്റോ അല്ലെങ്കിൽ അതുപോലുള്ള വീടിന്റെ മുറ്റം കോൺക്രീറ്റ് ആണ്. ആ വെള്ളമൊക്കെ ഡ്രൈനേജിലേക്കാ പോകുന്നത്. വീട്ടിന്റെ കിണറിലേക്ക് ഒരു തുള്ളി വെള്ളം ആകുന്നില്ല. പെയ്ത വെള്ളമായി കിട്ടിയെങ്കിലായി, അത്രേ ഉള്ളൂ. നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പൊ മഴ പെയ്താൽ എങ്ങോട്ടാണ് ഈ വെള്ളം പോകുക എന്ന് ആലോചിച്ചിട്ടാണ് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ. ആരുണ്ടാക്കുകയാണെങ്കിലും, ഗവൺമെന്റ് ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലും. അങ്ങനെ മഴ പെയ്യുന്ന കാലമാണ് കേരളത്തിലുള്ളത്, 6 മാസം.
അപ്പൊ ആലോചിച്ചുകൊണ്ട് ചെയ്താലാണ് ഇതൊക്കെ നമ്മൾക്ക്. അതുകൊണ്ട് അള്ളാഹ് നേരത്തെ ഖുർആനിൽ പറഞ്ഞ ആയത്ത് നമുക്കൊക്കെ അറിയില്ലേ, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത്ത് ഐദിൻ നാസ്. മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണം അതുകൊണ്ട് ഭൂമി, കരയിലും കടലിലും നാശം പുറപ്പെട്ടു, കുഴപ്പമുണ്ടായി. നമ്മളെ പണികൊണ്ടാണ്, നമ്മളെ ചെയ്യുന്നത് കൊണ്ടാണ് പലതും നമ്മൾക്ക്. ബാക്കി പിന്നെ വരുന്നത് നമ്മൾക്ക് വരേണ്ടത് തന്നെയാണ്, അത് വഴി തങ്ങൂലല്ലോ, അത് പടച്ചോൻ നൽകുന്നത് സ്വീകരിക്കുള്ളൂ. പക്ഷെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞു, മഴക്കാലമാകുന്നതിന് മുമ്പ് രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് നമ്മളെ ചുറ്റുപാടുകളും പരിസരങ്ങളും ഒക്കെ നമ്മൾ വൃത്തിയാക്കണം. നമ്മൾ പിന്നെ വൃത്തികേടാക്കരുത്. അതുപോലുള്ള സംഗതികളാണ് മഴ എന്ന് പറയുന്നത്, വെള്ളം എന്ന് പറയുന്നത്, കാറ്റെന്ന് പറയുന്നത് നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നതുകൊണ്ട് തന്നെ നമ്മളെ അതിലെ അനുഗ്രഹത്തെ തേടുക, അതോടൊപ്പം തന്നെ അതിലെ ശിക്ഷയിൽ നിന്ന് നമ്മളെ അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. മഴയിൽ നിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് നൽകുകയും അതിൽ നിന്നുള്ള ശിക്ഷയും അതിൽ നിന്നുള്ള പ്രയാസങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് ദൂരീകരിക്കുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ശക്തമായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തൊരു വിശ്വാസി എന്ന നിലക്ക്, ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ ചില മര്യാദകളൊക്കെ തന്നെ അതിൻ്റെ കാര്യത്തിൽ പാലിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ നന്ദിയുള്ളവരാവുക. മഴ കിട്ടാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരുന്ന് നല്ല ചൂട് അനുഭവിച്ചു കൊണ്ടിരുന്ന സമയത്ത് നമ്മൾക്ക് മഴ പെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ ഒരു സമയം മഴ പെയ്യാതെ അല്പം വെയില് ഉദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ചൂട് അനുഭവപ്പെടുന്നു. മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് നമ്മൾ ശുക്ർ ചെയ്യാം. അതോടൊപ്പം തന്നെ സുന്നത്തായ പ്രാർത്ഥനകളൊക്കെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ മഴയ്ക്ക് വേണ്ടി നമ്മള് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുമ്മ ശയ്യിബൻ നാഫിഅൻ, അള്ളാഹുവേ സമൃദ്ധമായ നല്ല ഉപകാരപ്രദമായ മഴ ഞങ്ങൾക്ക് നീ വർഷിപ്പിച്ചു തരണമേ എന്ന്. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറുതോ വലുതോട്ടം മഴയാട്ടെ, അതിൽ ഉപകാരം ഉണ്ടാകുന്ന മഴയാകണം പടച്ചോനെ എന്ന് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. മഴ അധികമായിട്ട് പെയ്തുകൊണ്ടേയിരിക്കുകയാണ്, മഴ കിട്ടാത്ത കുറെ സ്ഥലത്ത് ഉണ്ടാകും. അപ്പോഴും നമ്മൾക്ക് അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, പടച്ചോനെ ഞങ്ങൾക്ക് മഴയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്, താഴ്വരകളിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ തന്നെ അപ്പുറത്തൊക്കെ തന്നെ മഴ കിട്ടാതിരിക്കുന്ന സ്ഥലങ്ങളിൽ നീ ഈ മഴ വർഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനാണ് അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും, മഴയെ ശപിച്ച് വല്ലാത്തൊരു മഴ അല്ലെങ്കിൽ ചീഞ്ഞ മഴ എന്നൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങാനും വയ്യാത്ത ഇതൊന്ന് ശപിക്കുന്ന രീതിയിൽ വിശ്വാസിയിൽ നിന്നാണ്. റസൂൽ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ഖുദ്സി ഹദീസിൽ പറഞ്ഞു, നിങ്ങൾ കാലാവസ്ഥകളെ, കാലത്തിനെ ഒന്നും നിങ്ങൾ കുറ്റം പറയരുത്. ലാ തസുബ്ബുദ്ദഹർ, കാരണം അനദ്ദഹർ, അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഞാനാണ് കാലം. അപ്പൊ നമ്മൾ കുറ്റം പറയണേ പടച്ചോനെയാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാകുക. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അള്ളാഹു ഉപകാരപ്രദമായ സമൃദ്ധമായ മഴ ഞങ്ങൾക്ക് നീ വർഷിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുക. കൂടുതലായി കഴിയുമ്പോൾ നമ്മൾ അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന എന്നും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.